guys. Hey. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, അതായത് ഡേ 4th വ്ളോഗാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും ഫ്രഷായി റെഡിയായിട്ട് ലഗേജൊക്കെ എടുത്ത് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. അപ്പം നൂഡിൽസും അതുപോലെ തന്നെ അപ്പം ഉണ്ടായിരുന്നു, പിന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറി എടുത്തിട്ടില്ല, അതിന് പകരം ഫ്രൂട്ട് സാലഡാണ് എടുത്തത്. പിന്നെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ കോഫിയും വാങ്ങിയിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് അഗ്വാഡ ഫോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ബസ്സിൽ നിന്ന് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ഫുൾ തുള്ളലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിൽ നിന്ന് ഫ്രണ്ട്സ് ക്യാപ്പും ബാഗും ഒക്കെ നോക്കുന്നുണ്ടായിന്. അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഫോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല നട്ടുച്ച സമയത്താട്ടോ നമ്മൾ ഫോർട്ടിലെത്തുന്നത്. നല്ല വെയിലും ചൂടും എല്ലാം ഉണ്ടായിന്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പം തൻസിക്കായിരുന്നു അവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായത്. അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി. അപ്പോൾ ഓരോ ടിക്കറ്റിൻ്റെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുതരായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ അകത്തോട്ടേക്ക് കയറാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വന്നു കേട്ടോ. അങ്ങനെ അകത്തോട്ടേക്ക് കയറി ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചും ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നമ്മളെ യൂട്യൂബ് ഫാം 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അകത്തോട്ടേക്ക് കയറി കേട്ടോ ഫോർട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ട്രിപ്പിൻ്റെ. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ആക്കിയിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ താഴെ ടീച്ചേഴ്സും നമ്മളെ പിള്ളേരെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് എന്നിട്ട് നമ്മളിതാ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ്, നമുക്ക് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര വെയിലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റും നോക്കി എന്നിട്ട് നമ്മൾ വേഗം താഴേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസും ഒന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇവിടുന്ന് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേഗം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഫ്രണ്ട്സൊക്കെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വെയിൽ കാരണം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ടൈം ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇതാ പുറത്തിറങ്ങിയപ്പാടന്നെ നമ്മൾ വേഗം വെള്ളം വാങ്ങി കുടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് മീൽസായിട്ട് കിട്ടിയത് നല്ല അടിപൊളി ഫുഡായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഇത് അദ്വൈതിൻ്റെ പ്ലേറ്റ് ആട്ടോ. എല്ലാവരും മീൻ കഴിച്ചതിന് ശേഷം മുള്ളൊക്കെ ഓൻ്റെ പ്ലേറ്റിലാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഡൈൻ ആൻഡ് ഡിവൈൻ ഹോട്ടൽ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഓൾഡ് ചർച്ചിലാട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പം ക്ലോസിങ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, കാര്യമായിട്ടൊന്നും ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം ചോക്കോബാർ കഴിച്ച പാടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. അതിനുശേഷം നമ്മൾ കോൾവ ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവിടുന്ന് എത്തിയപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ റോഡിൽ നിന്ന് തന്നെ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങിട്ടോ. പിന്നെ അതിലൂടെ ഒരു കപ്പിൾസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് ബീച്ചിലെത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റൗണ്ട് നമ്മൾ നടന്നു കേട്ടോ. അതിനുശേഷം പിന്നെ എനിക്ക് ഷോപ്പിംഗ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, വേഗം നമ്മൾ തിരിച്ച് ഷോപ്പിങ്ങിൻ്റെ അവിടത്തേക്ക് വന്നു. എന്നിട്ട് ഇതാ ഷോപ്പിംഗ് ചെയ്യുന്നപ്പാട് നമ്മൾ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു ഫുഡ് കഴിക്കുന്ന ഹോട്ടലും. അങ്ങനെ അവിടെ കയറി. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും പൊറോട്ടയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞാൻ അവിടുന്ന് പൊറോട്ട ആട്ടാ കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ഒരു 13 മിനിറ്റ്സ് ഒന്നും അവിടെ ഇരുന്നിട്ടോ കാറ്റൊക്കെ കൊണ്ടിരുന്ന്. എന്നിട്ട് പിന്നെ നമ്മളെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നമ്മൾ സെക്കൻഡ് ഇയറിലെ ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ട്രിപ്പ് കഴിഞ്ഞതിൽ സങ്കടം ഉണ്ടോ ചോദിച്ചാൽ വിഷമമൊന്നുമില്ല കേട്ടോ, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് ശേഷം പഞ്ചാബി ഹൗസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മംഗലാപുരം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ബസ്സിൽ. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പഴംപൊരിയും ചായയൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ എല്ലാവരും ഒന്ന് ഉഷാറായി. പിന്നെ ബസ്സിൽ ഫുള്ള് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിട്ടോ. അപ്പോൾ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.